നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ PYQ മോക്ക് ടെസ്റ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേഗം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങളും പെന്നും പേപ്പറും എടുത്തിട്ട് മാർക്ക് ചെയ്യാനിരുന്നുള്ളൂ കേട്ടോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജി, ലക്ഷ്മണസ്വാമി മുതലിയാർ, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്, ഡോക്ടർ DS കോത്താരി കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 10, ഡിസംബർ 1, ഡിസംബർ 25, ഡിസംബർ 24. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, ഡിസംബർ 10. അടുത്ത ചോദ്യം, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? നെപ്പോളിയൻ, മെറ്റേണിക്, റൂസോ, വോൾട്ടയർ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ആരുടെയാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, മെറ്റേണിക്. അടുത്ത ചോദ്യം, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? വാഗ്ബടാനന്ദൻ, കൂറുളി ചേകോൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, കൂറുളി ചേകോൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ C ആണ്, കൊല്ലം. അടുത്ത ചോദ്യം, ഗ്രീൻവിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 5:30 AM, 5:30 PM, 7:30 PM, 7:30 AM. ഗ്രീൻവിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഏതാണ് കറക്റ്റ് ആൻസർ? ശരി ഉത്തരം ഓപ്ഷൻ C ആണ്, 7:30 PM. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കിക്കോളൂ. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്, ഇവയെല്ലാം. ഇനി എട്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 42, 74, 91, 61. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ D ആണ്, 61. ഇനി 9ാമത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ചിറയൻകീഴ്, കാട്ടാക്കട. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ B ആണ്, നെയ്യാറ്റിൻകര. 10ാമത്തെ ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്, കർണാടക, ആസാം, കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഏതാണ്?
ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളം. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, കർണാടകം. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? മാൾവ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, ആരവല്ലി പർവ്വതനിര, ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ഇനി 14ാമത്തെ ചോദ്യം, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5, ദേശീയ ജലപാത 2. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ദേശീയ ജലപാത 3. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂതല ഛായാഗ്രഹണം, ഇത് ഛായാഗ്രഹണമാണ് കേട്ടോ. ഇനി ആകാശീയ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം ഇവയൊന്നുമല്ല. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഭൂതല ഛായാഗ്രഹണം. പക്ഷെ PSC ഇതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഭൂതല ഛായാഗ്രഹണം കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ദിരാ പോയിന്റ്, തൂത്തുക്കുടി, പാറശാല, കന്യാകുമാരി. ഇതിൽ ആക്ച്വലി കറക്റ്റ് ആൻസർ ഇന്ദിരാ പോയിന്റ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. അക്ഷാംശീയ സ്ഥാനം, പശ്ചിമ അസ്വസ്ഥത, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, ഇതെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യേണ്ട. ഇതെല്ലാം ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി 19ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? താരതമ്യേന വീതി കുറവ്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, വീതി താരതമ്യേന കൂടുതൽ. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തോളൂ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇതിലേതൊക്കെയാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം ശരിയാണ്. ഇനി 20ാമത്തെ ചോദ്യം. ഈ ചോദ്യം ഒന്ന് ചേഞ്ച് ചെയ്ത് വായിച്ചാൽ മതി. പൂർണ്ണമായും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അങ്ങനെ വരുമ്പോൾ ആൻസർ വരുന്നത് കഞ്ചൻജംഗയാണ് കേട്ടോ. ഇതും ആക്ച്വലി ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിക്കുമ്പം ഇവിടെ ഹിമാലയ റേഞ്ചസിന്റെ പാർട്ടാണ് കഞ്ചൻജംഗ. അപ്പൊ അതുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായും ഇന്ത്യയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഉത്തരം കാഞ്ചൻജംഗയാണ്. ഇനി 21ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു.
അപ്പൊ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2 മാത്രം. ഇനി 22ാമത്തെ ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? 1956 നവംബർ 1, 1945 ജൂലൈ 1, 1949 ജനുവരി 12, 1948 ജൂലൈ 28. ഇതിലെ എന്നാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1949 ജൂലൈ 1. അടുത്ത ചോദ്യം, 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ഖേഡ, അഹമ്മദാബാദ്, ചമ്പാരൻ, അമൃത്സർ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇനി 24ാമത്തെ ചോദ്യം, ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജൊനാഥൻ ഡങ്കൻ, വില്യം ജോൺസ്, ദയാനന്ദ സരസ്വതി, ദേബേന്ദ്രനാഥ ടാഗോർ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജൊനാഥൻ ഡങ്കൻ. ഇനി 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. അപ്പോൾ ഇതിൽ ഗാന്ധി ഇർവിൻ പാക്റ്റുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ്. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഗാന്ധി ഇർവിൻ പാക്റ്റുമായിട്ട് ബന്ധമില്ലാത്തത്. ഇനി 26ാമത്തെ ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. അപ്പൊ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദൻ. 27ാമത്തെ ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? NS മാധവൻ, P വത്സല, S ഹരീഷ്, അശോകൻ ചെരുവിൽ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, NS മാധവൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ആസാം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. യോഗ്യശ്രീ എന്ന് പറയുന്ന പദ്ധതി അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വെസ്റ്റ് ബംഗാൾ. 29ാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശ്രീമൂലം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, ധർമ്മരാജ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർത്താണ്ഡവർമ്മ. ഇനി 30ാമത്തെ ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബക്കർ, ജോൺ ഫോസ്, ഹാൻകാങ്, ഹരോൾഡ് പിന്റർ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 30ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാൻകാങ്. 31ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിലേതാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പെടാത്തത്? ക്വസ്റ്റ്യൻ നമ്പർ 31. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 32ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്.
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സോവിയറ്റ് യൂണിയൻ. ഇനി 33ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിലെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാം. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ശരിയുത്തരം ഓപ്ഷൻ എ, രാഷ്ട്രപതി. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കുക. 35ാമത്തെ ചോദ്യം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. ഇനി 36ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ലിസ്റ്റ് എയില് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ലിസ്റ്റ് ബിയില് വകുപ്പ് 21, വകുപ്പ് 21A, വകുപ്പ് 32, വകുപ്പ് 17. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻസ് വരുന്നതെന്ന് നോക്കിയിട്ട് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 36 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി 37ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? VP മേനോൻ, ഫസൽ അലി, സർദാർ വല്ലഭായ് പട്ടേൽ ഇവരാരുമല്ല. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫസൽ അലി. 8ാമത്തെ ചോദ്യം. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അപ്പൊ പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്നാണ് ചോദ്യം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ, സെർഷ്യൂററി. ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 38ാമത്തെ ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മാൻഡമസ്. വി കമാൻഡ് എന്നാണല്ലേ വരുന്നത്, വി കമാൻഡ്. അതാണ് മാൻഡമസ്. ഇനി 39ാമത്തെ ചോദ്യം. ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ, സത്യേന്ദ്രനാഥ ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇവരാരുമല്ല. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത്. ഇനി 40ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? 20, 21, 22, 15. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച്
നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 22. ഇനി 41ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കരിമീൻ, ചെമ്മീൻ, അയല, ആവോലി. 41ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കരിമീൻ. ഇനി 42ാമത്തെ ചോദ്യം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 10, 12, 9, 8. 42ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 9. ഇനി 43ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? ഇത് ആ സമയത്തെയാണ് കേട്ടോ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 2025-ലെയാണ്. അപ്പം 2025-ലെ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് എന്ന് ഓർത്താൽ മതി. ആരാണ്? റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, പി പ്രസാദ്, പി രാജീവ്. ആരായിരുന്നു? 43ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, കെ കൃഷ്ണൻകുട്ടി. 44ാമത്തെ ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41, 44, 3, 4. അപ്പം കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 3. ഇനി 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, സേവനയല്ല ജലസേചനയാണ് കേട്ടോ, ഏറ്റവും വലിയ ജലസേചന പദ്ധതി മലമ്പുഴ, വാഴാനി, പീച്ചി, കല്ലട. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കല്ലട. ഇനി 46ാമത്തെ ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി, പാലക്കാട്, വയനാട്, പത്തനംതിട്ട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാലക്കാട്. 47, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ഇതും 2025-ലെ ചോദ്യപേപ്പറാണ്. അപ്പൊ 2025-ലെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണെന്ന് പറഞ്ഞാൽ മതി. വി അബ്ദുറഹിമാൻ, കെ രാധാകൃഷ്ണൻ, പി രാജീവ്, പി പ്രസാദ്. 2025-ലെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരായിരുന്നു? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, വി അബ്ദുറഹിമാൻ. ഇനി 48, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. ഇനി 49ാമത്തെ ചോദ്യം, അയ്യങ്കാളി ജനിച്ചത് എന്ന്? 1863 ജൂലൈ 28, 1863 സെപ്റ്റംബർ 28, 1863 ജൂൺ 28, 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ചത് എന്ന്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1863 ഓഗസ്റ്റ് 28. 50ാമത്തെ ചോദ്യം, ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം, ചാവക്കാട്, കോഴഞ്ചേരി, പള്ളിപ്പുറം. 50ാമത്തെ ചോദ്യം, ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈക്കം. ഇനി 51ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വി ടി ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. അപ്പൊ താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മഹാദേവ ഗോവിന്ദ റാനഡെ. അദ്ദേഹം ദേശീയ തലത്തിലുള്ള സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അല്ലെ. ഇനി 52ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? കെ എം പണിക്കർ, വി പി മേനോൻ, കെ പി കേശവ മേനോൻ, കെ മാധവൻ നായർ.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ശരിയുത്തരം ഓപ്ഷൻ എ KM പണിക്കർ. ഇനി 53-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇവരിൽ ആരാണ് ഈ പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള നേതാവെന്ന് തിരിച്ചറിയുക. EMS നമ്പൂതിരിപ്പാട്, TK മാധവൻ, AK ഗോപാലൻ, K രാമകൃഷ്ണപിള്ള. ഇതിലാരാണ്? അമ്പത്തിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, AK ഗോപാലൻ. ഇനി 54-ാമത്തെ ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? NV കൃഷ്ണവാര്യർ, MT വാസുദേവൻ, K അയ്യപ്പൻ, ചേറ്റൂർ ശങ്കരൻ നായർ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചേറ്റൂർ ശങ്കരൻ നായർ. ഇനി 55-ാമത്തെ ചോദ്യം, ഇതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചോദ്യമാണ്. ഈ ഒരു ചോദ്യ പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരുപാട് ചോദ്യങ്ങൾ തരികയും ചെയ്തു. പക്ഷേ PSC നമ്മളോട് ചെയ്തൊരു ദ്രോഹം എന്ന് പറഞ്ഞാൽ ആ എളുപ്പമുള്ള ഒരുപാട് ചോദ്യങ്ങളിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് അങ്ങനെ ഒരു 4-5 എണ്ണമൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിൽ പെട്ടൊരു ചോദ്യമാണ് കേട്ടോ അത്. പക്ഷെ ഇതിൽ ആൻസർ കിട്ടും. ഫത്തഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? കവി ഖാസി മുഹമ്മദ് എഴുതി സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം. അപ്പൊ ഇതിൽ ഏതാണ് ഫത്തഹുൽ മുബീനെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് വരേണ്ടത്. പക്ഷേ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം അവരിതിനെ ക്യാൻസൽ ചെയ്തു. ഇനി 56-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? വൈക്കം, വടകര, കൊച്ചി, മഞ്ചേരി. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ബി വടകരയാണ് ശരി ഉത്തരം. ഇനി 57-ാമത്തെ ചോദ്യം, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ഡോക്ടർ പൽപ്പു, മൊയ്തു മൗലവി, അയ്യത്താൻ ഗോപാലൻ, K കേളപ്പൻ. ഇതിൽ ഏതാണ് ശരി ഉത്തരം? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അയ്യത്താൻ ഗോപാലൻ. ഇനി 58-ാമത്തെ ചോദ്യം, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ള ഇതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? 58-ാമത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മലയാളി മെമ്മോറിയൽ. ഇനി 59-ാമത്തെ ചോദ്യം, കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, ഷൺമുഖം ചെട്ടി, S നീലകണ്ഠ അയ്യർ. കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? 59-ാമത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഷൺമുഖം ചെട്ടി. ഇനി 60-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏത്? കുന്നത്തൂര്, അഗസ്തീശ്വരം, മാവേലിക്കര, ചിറയൻകീഴ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ വിട്ടുകൊടുത്തിരുന്നു മദിരാശിക്ക്. അപ്പം അതിൽപ്പെട്ട ഒരെണ്ണം ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? 60-ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, അഗസ്തീശ്വരം. ഇനി 61-ാമത്തെ ചോദ്യം, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? മയോപ്പിയ, നിശാന്ധത, വർണ്ണാന്ധത, ഗ്ലോക്കോമ. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിശാന്ധത. ഇനി 62-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്?
പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗം അല്ലാത്തത് ഏതാണ്? 62ാമത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹീമോഫീലിയ. അതൊരു ജനിതക രോഗമാണ് അല്ലെ. ഇനി 63, നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ചാൾസ് ഡാർവിൻ, MS സ്വാമിനാഥൻ, സലീം അലി, റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? 63ാമത്തെ ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, റേച്ചൽ കാഴ്സൺ. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? പെരിയാറ്, ഇരവികുളം, സൈലന്റ് വാലി, നീലഗിരി. അപ്പൊ ഇതിൽ വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ചോദിച്ചിട്ടുള്ളത്. 64ാമത്തെ ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, പെരിയാറാണ്. ഇനി 65ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഡെൻഡൈൻ, ഇനാമൽ, തലയോട്, സ്റ്റെപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? 65ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 65 ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇനാമൽ. ഇനി 66ാമത്തെ ചോദ്യം, ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ HIV വൈറസ് പെരുകുന്നത്? ന്യൂട്രോഫിൽ, എസിനോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഏതാണ് ശരിയുത്തരം വരുന്നത്? 66ാമത്തെ ചോദ്യം, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഏതിനം പെരുകുന്നത് എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? 66 ഓപ്ഷൻ സി, ലിംഫോസൈറ്റ് ആണ് കേട്ടോ, ലിംഫോസൈറ്റ്. ഇനി 67ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരൾ, വൃക്ക, തലച്ചോർ, ആഗ്നേയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? 67ാമത്തെ ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കരളിലാണ് നടക്കുന്നത്. ഓപ്ഷൻ എ, കരളിൽ. ഇനി 68, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത്? അമ്പിളി, കൗമുദി, സൽകീർത്തി, പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത്? 68ാമത്തെ ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രിയങ്ക. ഇനി 69ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? 2021, 2022, 2023, 2024. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഏതായിരുന്നു? 69ാമത്തെ ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, 2023 ആണ് കേട്ടോ. ഇനി 70ാമത്തെ ചോദ്യം, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അത് പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? അപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 1 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം. 70ാമത്തെ ചോദ്യം ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 5 ലക്ഷം. ഇനി 71, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ്, തന്നിരിക്കുന്നവയിൽ 1 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം, തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം, തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ, തന്നിരിക്കുന്നവയിൽ 1ഉം 2ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. അപ്പോൾ ഇതിൽ ഏതാണ് പ്രവൃത്തി പോസിറ്റീവായിട്ടുള്ള സന്ദർഭങ്ങൾ ഈ 3 എണ്ണത്തില്? 71ാമത്തെ ചോദ്യം ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 72ാമത്തെ ചോദ്യം,
ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? അപ്പോൾ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? മിഥ്യ, വസ്തുവിനേക്കാൾ ചെറുത്, നിവർന്നത്. വസ്തുവിനേക്കാൾ വലുത്, നിവർന്നത്, യഥാർത്ഥം. നിവർന്നത്, വസ്തുവിനേക്കാൾ ചെറുത്, യഥാർത്ഥം. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. അപ്പോൾ 72ാമത്തെ ചോദ്യത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. 73ാമത്തെ ചോദ്യം, മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്. 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ, 2 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ, 2 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? 73ാമത്തെ ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി 74, ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. 310 കെൽവിൻ, 37 കെൽവിൻ, 61 കെൽവിൻ, 371 കെൽവിൻ. അപ്പോൾ ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 74ാമത്തെ ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്തത്, ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? V is equal to U plus ST, U square is equal to V square minus 2AS, S is equal to UV plus half AT square, V square is equal to U square plus 2AT. അപ്പോൾ ഇതിൽ ഏതാണ് ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം? 75ാമത്തെ ചോദ്യം ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി 76, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു, താപോർജം വൈദ്യുതോർജമാകുന്നു, രാസോർജം ഗതികോർജമാകുന്നു, യാന്ത്രികോർജം താപോർജമാകുന്നു. അപ്പൊ ഇതിൽ ഏതാണ്? എന്ത് ഊർജ പരിവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? 76 ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. രാസോർജം ഗതികോർജമായി മാറുന്നു. ഇനി 77ാമത്തെ ചോദ്യം, സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു, ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി വരുന്നു, സൂര്യനും ഭൂമിക്കും ഇടയിൽ ബുധൻ വരുന്നു, ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ സൂര്യൻ വരുന്നു. ഇതിൽ ഏതാണ് സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ക്രമീകരണം? 77 ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 78ാമത്തെ ചോദ്യം, ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രസ്താവനകൾ, ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ്, ഈ 3 പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. അപ്പൊ 78ാമത്തെ ചോദ്യം ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 78 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകത്തിന്റെ ഒരേ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഇതിൽ ഏതാണ്? 79ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 80, അറ്റോമിക സംഖ്യ 8ആയ മൂലകമാണ് ഡാഷ്. അറ്റോമിക സംഖ്യ 8ആയ മൂലകമാണ് ഡാഷ്. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഏതാണ്?
80ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓക്സിജൻ. ഇനി മാത്സ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പം ടൈം വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് കണക്ക് ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് ആൻസർ ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. 81ാമത്തെ ചോദ്യം 15 + 33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു ബ്രാക്കറ്റഡ് ആയിട്ട് 12 ഡിവൈഡഡ് ബൈ 3, 12 ഡിവൈഡഡ് ബൈ 3 മൈനസ് 10. അപ്പം ഇത് ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം ഇതിൽ കണക്കാക്കി എത്രയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുക. 62, 17, -108, -3 ഇതാണ് ഓപ്ഷൻസ്. ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി 82, 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എത്രയാണ് വരുന്നത്? 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ ചെയ്ത് നോക്കിക്കോളൂ. ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 36. ഇനി 83, റൂട്ട് ഓഫ് 0.444 എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുക. അപ്പൊ റൂട്ട് ഓഫ് 0.444ന്റെ ഡെസിമൽ ഫോം, ദശാംശ രൂപം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 83ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി 84ാമത്തെ ചോദ്യം 1.5 ഹോൾ റേസ് ടു 2 ഇൻറ്റു 0.2 ഹോൾ റേസ് ടു 2 എത്രയാണ്? അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 0.9, 0.009, 0.30, 0.09 ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 84. 84ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 0.09 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 85, 52 കിലോമീറ്റർ പെർ അവർ, 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? 312 കിലോമീറ്റർ, 302 കിലോമീറ്റർ, 300 കിലോമീറ്റർ ഇവയൊന്നുമല്ല. ചെയ്തു നോക്കിക്കോളൂ. കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? 85ാമത്തെ ചോദ്യം. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 312 കിലോമീറ്റർ കേട്ടോ. ഇനി 86ാമത്തെ ചോദ്യം 0, 1, 1, 2, 3, 5, 8 ഡാഷ് അടുത്ത സംഖ്യ ഏത്? 12, 13, 16, 0. അപ്പൊ അതിൽ അടുത്ത സംഖ്യ ഏതാണ്? ഈ ഒരു സീരീസിൽ അടുത്ത സംഖ്യ ഏതാണ്? 86ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 13. ഇനി 87ാമത്തെ ചോദ്യം ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? അപ്പോൾ ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി, അയാൾക്ക് അത് വിൽക്കുമ്പോൾ 12% ലാഭം വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്ക് നാളികേരം വിൽക്കണം? 1212 രൂപ, 1244 രൂപ, 1344 രൂപ, 1300 രൂപ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. 87ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, 1344 രൂപ. ഇനി 88ാമത്തെ ചോദ്യം 2 1/2 മൈനസ് 1/8 മൈനസ് 1/16 ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻസ് 33/16, 37/16, 27/16, 23/16. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 2 1/2 മൈനസ് 1/8 മൈനസ് 1/16 ഈസ് ഈക്വൽ ടു ഡാഷ്.
88ാമത്തെ ചോദ്യം ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി 89ാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂട്ടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? 40, 37, 47, 42. അപ്പോൾ ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂടെ ചേർത്തപ്പം ശരാശരി എത്രയായി? 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 89ാമത്തെ ചോദ്യം ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 47. ഇനി 90ാമത്തെ ചോദ്യം ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക. ആദ്യത്തെ 5 ഓഡ് നമ്പറുകളുടെ ലസാഗു കാണുക. 300, 9, 3, 315. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക. എത്രയാണ്? 90ാമത്തെ ചോദ്യം ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 315. ഇനി 91ാമത്തെ ചോദ്യം KERALA കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷ ODISHAയുടെ കോഡ് എന്ത്? ഏതാണ്? NEHTGB, LEHTGB, LCGJB, NEHTIZ. 91ാമത്തെ ചോദ്യം ഏതാണ് ശരി ഉത്തരം വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, NEHTGB. ഇനി 92ാമത്തെ ചോദ്യം 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം എത്ര? 30, 31, 19, 21. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം എത്രയാണെന്നാണ് ചോദ്യം. തൊണ്ണൂറ്റിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 31. ഇനി 93ാമത്തെ ചോദ്യം 5:126. അപ്പോൾ 9:2 എന്തായിരിക്കും? റിലേഷൻ കണ്ടുപിടിക്കാനാണ്. 5:126 ആണെങ്കിൽ 9:2 എന്തായിരിക്കും? 730, 730, 728, 729, 225. ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? തൊണ്ണൂറ്റിമൂന്നാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 730. ഇനി 94ാമത്തെ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കണ്ട. 95 നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. അഡീഷൻ ചിഹ്നം വരുമ്പോൾ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സബ്ട്രാക്ഷൻ വരുമ്പോൾ ഡിവിഷൻ ആണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 5 + 6 ഡിവൈഡഡ് ബൈ 6 - 2 × 10 ഇതിന്റെ വില എങ്ങനെയായിരിക്കും? ഇത് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പം എങ്ങനെയായിരിക്കും ആ ഒരു വില വരുന്നത്? 8, 23, 20, 30. അപ്പൊ 95ാമത്തെ ചോദ്യം ചെയ്തു നോക്കിക്കോളൂ. തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 23. ഇനി 96ാമത്തെ ചോദ്യം 2/3 + x = 5/6. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്തെന്നാണ് ചോദ്യം. 2/3 + x = 5/6 ആണ്. അപ്പൊ എക്സിന്റെ വില എന്ത്? ഓപ്ഷൻസ് 1/3, 1/5, 2/6, 1/6. ഇപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 96ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 96 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1/6. ഇനി 97 ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? അപ്പോൾ ഒരാൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായിട്ട് 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പം അയാൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 17 മീറ്റർ, 7 മീറ്റർ, 13 മീറ്റർ, 10 മീറ്റർ.
ഏതാണ്? തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 13 മീറ്റർ. ഇനി 98, ഇതും മറ്റേ റിലേഷൻ കണ്ടുപിടിക്കലാണ്. പുസ്തകങ്ങൾ, ലൈബ്രറി. അപ്പൊ സിനിമ എന്തായിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുക? ടിക്കറ്റ്, തിയേറ്റർ, സംവിധായകൻ, നിർമ്മാതാവ്. പുസ്തകങ്ങൾ, ലൈബ്രറി, സിനിമ, ഡാഷ്. 98ാമത്തെ ചോദ്യം ഏതാണ്? തിയേറ്റർ. ഇനി 99, എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി. എങ്കിൽ എയുടെ ആരാണ് അച്ഛൻ? അപ്പം എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി. എങ്കിൽ എയുടെ ആരാണ് അച്ഛൻ? ആരാണ്? ഓപ്ഷൻസ്: അച്ഛൻ, സഹോദരൻ, അമ്മാവൻ, അളിയൻ. 99 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അമ്മാവനാണ്. ഇനി 100ാമത്തെ ചോദ്യം, മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ്? അപ്പോൾ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും. ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ്? 19, 9, 6, 10. ഏതാണ് കറക്റ്റ് ആൻസർ? 100ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 19. അപ്പൊ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് മാർക്ക് നോക്കിയിട്ട് എത്രയാണ് ടോട്ടൽ കിട്ടിയതെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിലൊരു 80 എബവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്യൂർ ആണ്, സെറ്റ് ആണ്. കാരണം ഇത് നല്ല എളുപ്പമുള്ള പേപ്പർ ആയിരുന്നു. ഇന്നലെ നമ്മൾ 73 എബവ് ആണ് പറഞ്ഞിരുന്നത് ഇന്നലത്തെ പേപ്പറിൽ. ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. 80 എബവ് തന്നെയായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 80 എബവ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഇനി റിവൈസ് ചെയ്താൽ മതി. 60ലും താഴെയാണ് നിങ്ങളുടെ മാർക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമുക്ക് സമയമില്ല, അപ്പോൾ വേഗം 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. പിന്നെ ഇതുവരെയും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ഫ്രണ്ട്സ് ആണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ, അതായത് യൂട്യൂബിൽ എടുത്ത ക്ലാസ്സസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. All the best for your exams and happy learning with Habitus.